അല്ലാഹു നമുക്ക് ആ സമയത്ത് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയം, ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ സമീപത്തിൽ നിന്ന് സൂറത്തു യാസീൻ നമ്മൾ ഓതണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി. നബി മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ ചൊല്ലിയാൽ എന്താ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? ഒരാൾ മരിക്കാൻ കിടക്കാം, അവരെ സമീപത്ത് വന്നിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാല് മഹാന്മാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് വിശദീകരിക്കുന്ന, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹിനെ പിടിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയും, അസ്റായിലേ ഒന്ന് വെയിറ്റ് ചെയ്യ അസ്റായിലേ. കാരണം എന്താ? ഈ മനുഷ്യന്റെ സമീപത്തിൽ നിന്ന് സൂറത്തു യാസീൻ ഓതുന്നത് നിങ്ങൾ കേട്ടില്ലേ? റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം വരട്ടെ, സ്വർഗത്തിൽ നിന്ന് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പാനീയം കൊണ്ടുവന്ന് ആ മനുഷ്യന് വെള്ളം കൊടുക്കട്ടെ, അതിന് ശേഷം നിങ്ങൾ റൂഹിനെ പിടിച്ചോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. അപ്പൊ ഒരാൾ മരിക്കുന്ന നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ മരിക്കുന്നവരുടെ മരണം ഹാജരായവരുടെ സമീപത്ത് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം, സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. അത് വല്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മാത്രമല്ല, എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് മരണസമയത്ത് സൂറത്ത് യാസീൻ ശുപാർശ ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാൻ ഇബ്നു അബൂ ഇയാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ജുവൈന റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ, മഹാനബിയുടെ വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവേ കുടുംബങ്ങളെല്ലാം മഹാനവരുടെ സമീപത്തുണ്ട്. ജുവൈന റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഒരു വെള്ളമുണ്ടെടുത്തിട്ട് തന്റെ മുഖത്തേക്ക് ഇങ്ങനെ മറക്കുകയാണ്. കുടുംബക്കാരികൾക്ക് മഹാനവറുകൾ വഫാത്തായിട്ടുണ്ടെന്ന്, ജുവൈനി മാമ വഫാത്തായിട്ടുണ്ടാകുമെന്ന് കുടുംബക്കാരെ കരുതുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മഹാനായ ജുവൈനി മാമിന്റെ മുഖത്തിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം അങ്ങ് മുകളിലോട്ട് പോവുകയാണ്. അല്ലാഹുവേ, ആ പ്രകാശം പോയി അല്പസമയം കഴിഞ്ഞപ്പോ മഹാനബികളുടെ ഹൃദയാന്തരത്തിൽ നിന്നൊരു പ്രകാശം അങ്ങ് പുറപ്പെടുകയാണ്. അത് കഴിഞ്ഞ സമയത്തെ കാലിന്റെ ഭാഗത്തിൽ നിന്ന് മറ്റൊരു പ്രകാശം പോവുകയാണ്. ഈ മൂന്ന് പ്രകാശങ്ങൾ ജുവൈനി ഇമാമിന്റെ ശരീരത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത് കുടുംബക്കാരെ കാണുമ്പോൾ അവർ കരുതിയിട്ടുണ്ട് മഹാനവറുകൾ വഫാത്തായി എന്ന്. തന്റെ മുഖത്തുള്ള വെളുത്ത ആ തുണി അങ്ങ് നീക്കുന്ന സമയത്ത് ജുവൈനി ഇമാം റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന അല്ലാഹ്. മഹാനവറുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ എന്തിനാണ് എന്റെ മുഖത്തുള്ള വെളുത്ത മുഖമോട് നിങ്ങൾ മാറ്റിയത്? എന്തിനാണ്? ഞങ്ങൾ കരുതി നിങ്ങൾ വഫാത്തായി എന്ന് ഞങ്ങൾ കരുതി പോയതാണ്. കാരണം നിങ്ങളെ ശരീരത്തിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ മുകളിലോട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അപ്പോഴാണ് ജുവൈനി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹ്, എന്റെ ശരീരത്തിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ മുകളിലോട്ട് പോയല്ലോ. ആ മൂന്ന് പ്രകാശങ്ങൾ ഏതാ? ആദ്യമായിട്ടല്ല, തലയുടെ ഭാഗത്ത് നിന്നല്ലേ മുകളിലോട്ട് പ്രകാശം പോയത്. ആ പ്രകാശം ഏത് പ്രകാശമാണ്? അത് അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തു സജദയാണ് മക്കളെ. ഞാൻ എല്ലാ ദിവസവും സൂറത്തു സജദ പതിവാക്കുന്നവരായിരുന്നു. ആ സൂറത്തു സജദ ഓതിയ കാരണം കൊണ്ടാണ് എന്റെ വഫാത്തിന്റെ സമയത്ത് സൂറത്തു സജദ എന്റെ ശരീരത്തിൽ വന്നിരുന്നു. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്നുള്ള മാലാഖയെ ക്ഷണിക്കാൻ വേണ്ടി ആ സൂറത്തു സജദ എന്റെ ശരീരത്തിൽ നിന്ന് പോയതാണ്. ജുവൈനി ഇമാമിനോട് ചോദിച്ചു, നിങ്ങളെ ഹൃദയത്തിൽ നിന്നൊരു പ്രകാശം പോയല്ലോ, ആ ഹൃദയത്തിൽ നിന്ന് മുകളിലോട്ട് വന്ന പ്രകാശം ഏത് പ്രകാശമാണ്? മഹാനബികൾ പറയുന്ന അല്ലാഹ്, അത് ഖൽബുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീനെ ഞാൻ എല്ലാ ദിവസവും സൂറത്ത് യാസീനെ പതിവാക്കുന്നവരാണ്. ആ സൂറത്ത് യാസീൻ ദിവസവും ഞാൻ പതിവാക്കിയ കാരണം കൊണ്ടാണ് എന്റെ റൂഹിനെ പിടിക്കാൻ അസ്റായീൽ വരുന്ന സമയത്ത് ആ സൂറത്ത് യാസീൻ ഒരു പ്രകാശം പോലെ എന്റെ ഹൃദയാന്തരത്തിനകത്ത് വന്നുപോയി. ജനങ്ങളെ, ആ
ഹൃദയത്തിൽ നിന്ന് സൂറത്ത് യാസീൻ എന്ന പ്രകാശം വെളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ മൂന്നാമത് എന്റെ കാൽഭാഗത്തിൽ നിന്ന് പ്രകാശം പോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ആ പ്രകാശമേത് പ്രകാശമാണ്? അത് സൂറത്തുൽ മുൽക്കാണ്. ഈ മൂന്ന് സൂറത്തുകളാണ് മരണസമയത്ത് നമുക്ക് കാവല് നൽകുന്നതെന്ന് മഹാനായ ജുവൈനി ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തോടെ വിട പറഞ്ഞെങ്കിലേ നമ്മളെ മരിക്കുമ്പോ അങ്ങനെ മരിക്കല്ലേ പെങ്ങളെ. എന്റെ വാപ്പാ നമ്മുടെ രോഗനെ കൊണ്ടുപോകാൻ മാലാഖമാര് വരുമ്പോ ആ മലക്കുകൾക്ക് സ്വർഗത്തിലുള്ള പാനീയം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ പുറപ്പെട പോലെ നിൽക്കാന് ഒരു സൂറത്ത് നമുക്ക് പതിവാക്കിക്കൂടെ? ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും കൽബിൽ ആരെ മറന്നു പോവല്ലേ? ഇന്ന് പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിന്റെ 3 യാസീൻ ഓതിട്ടാണ് ഈ മനോഹരമായ സദസ്സിൽ നമ്മൾ സമ്മേളിച്ചത്. അല്ലാഹുവേ, സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ മരണസമയത്ത് ആ യാസീൻ വന്നുകൊണ്ട് നമ്മുടെ ഹൃദയാന്തരത്തിന്റെ അകത്ത് നമുക്ക് പ്രകാശം ചൊരിഞ്ഞു തരുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തന്നെ സൗഭാഗ്യം തരുമാറാവട്ടെ. ഖുർആൻ ഓതാനും നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമ്മൾ ഓതി വെച്ച ഖുർആൻ നമുക്ക് തന്നെ ഒരു അനുകൂലമായിട്ട് ശുപാർശ ചെയ്യും. അല്ലാഹു നമുക്ക് നല്ല സൗഭാഗ്യം തരുമാറാവട്ടെ. അങ്ങനെ തൊണ്ടമുയിൽ നിന്ന് ഇങ്ങനെ റൂഹിനെ എടുത്ത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് റൂഹിനെ ഇങ്ങനെ കൊണ്ടുപോയി മൂക്കിലൂടെ, ചെവിയിലൂടെ, കണ്ണിലൂടെ കൊണ്ടുപോയി, കണ്ണിലൂടെ മുകളിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ടല്ലേ മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത് എന്തുകൊണ്ടാ? ആ കണ്ണിലൂടെ കൊണ്ടുപോകുന്ന അവസാന രംഗം അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, കണ്ണിലൂടെ കൊണ്ടുപോയാൽ അവസാനമായി കൊണ്ടുപോകുന്നത് നമ്മുടെ മൂർത്താവിലൂടെയാണ്. 4 മാസമാകുന്ന സമയത്ത് ഉമ്മയുടെ ഉദരത്തിന്റെ കത്ത് കിടക്കുമ്പോൾ ഒരു മലക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഒന്നുമല്ലാത്ത നമ്മുടെ ശരീരത്തിൽ റൂഹിനെ ഓതുകയാണ്. അത് ആ കുഞ്ഞിന്റെ മൂർത്താവിലൂടെയാണ്. മൂർത്താവിലൂടെ റൂഹിനെത്തുന്ന മൂർത്താവിലൂടെ കൊണ്ടുപോവുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാ പിന്നെ നമ്മുടെ പേര് മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? പിന്നെ നമ്മ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, നമ്മ കഫം ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ അനുഭവം നമുക്ക് വരാനുള്ളത്. ഖബറാകുന്ന ഭവനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ആ ഖബറിന്റെ അകത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണ്! അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുകയാണ്, ഒരാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ 4 അത്ഭുതങ്ങളാണ് ആ മയ്യത്തെ ഖബറിന്റെ അകത്ത് അനുഭവിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 അത്ഭുതങ്ങൾ ഒരു മയ്യത്ത് ഖബറിന്റെ അകത്ത് അനുഭവിക്കുമെന്നാണ്. ആ 4 അത്ഭുതങ്ങളിൽ നിന്ന് ഒന്നാമത്തെ അത്ഭുതം നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ അത്ഭുതം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഒരു 3 സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ചൊല്ലു അസ്സലാത്തു എല്ലാവരും ഉറക്കെ ചൊല്ലി. അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ സ്വലാത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. ഒരു മയ്യത്ത് ഖബറിന്റെ അകത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗം
മയ്യത്തിനെ കുളിപ്പിച്ച് കഫം ചെയ്ത് പള്ളിക്കകത്ത് എന്ന് മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ കണ്ടത് നമ്മുടെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണ് മാത്രമാണ്. ആ 6 അടി മണ്ണിന്റെ അകത്തൊരു മയ്യത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമെന്താ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്, ഒരു മയ്യത്ത് ആദ്യമായി ഖബറിന്റെ അകത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമെന്താണ്? എത്രയോ മയ്യത്തുകളെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചവരാണ് നമ്മള്. എത്രയോ കൂടപ്പറപ്പിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചവരാണ് നമ്മള്. ആ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഖബറിന്റെ അകത്തേക്ക് ഒരു മയ്യത്തിനങ്ങ് ഇറക്കി വെക്കുകയാണ്. ആ രംഗം എന്റെ പ്രിയപ്പെട്ടവരെങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മയ്യത്തിന്റെ മധ്യഭാഗത്ത് നമ്മളൊരു മുണ്ട് കെട്ടുകയാണ്. ആ മുണ്ട് കെട്ടിയിട്ട് മയ്യത്തിനെ ഖബറിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ ഇറങ്ങില്ല. കാരണം സെയിം അളവാണ്, 6 അടി മണ്ണാണ്. ആ 6 അടി മണ്ണാവുന്ന ഖബറിന്റെ അകത്തേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം എന്റെ വാപ്പമാരെ നമ്മുടെ മനസ്സിലേക്ക് ആ രംഗം എങ്ങനെ വരട്ടെ. എന്റെ ഉമ്മമാരാ രംഗം കണ്ടിട്ടില്ലല്ലോ, അത് കാണാൻ നിങ്ങൾക്ക് കഴിയൂല ഉമ്മമാരെ. അല്ലാഹുവേ, എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം എന്റെ ഉമ്മയെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചത് ഞാനാണ്. എന്നെ പ്രസവിച്ച എന്റെ പുന്നാര ഉമ്മച്ചിയെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചത് ഞാനാണ്. എന്റെ ഉമ്മാനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചതിന് ശേഷം എന്റെ ഉമ്മ കിടക്കുന്ന ഖബറിലേക്ക് ഈ പാവപ്പെട്ടവൻ ഇറങ്ങിയതാണ്. അത് അങ്ങനെയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ഒരു മയ്യത്തിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ആ ഖബറിന്റെ അകത്ത് ഇറങ്ങുമല്ലോ. ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് കെട്ടഴിച്ചുകൊണ്ട് മയ്യത്തിന്റെ മുഖത്ത് കിബിലയിലോട്ട് ചേർത്ത് വെക്കൂലേ പ്രിയപ്പെട്ട അപ്പമാരെ? എന്റെ ഉമ്മ കിടക്കുന്ന ഖബറിന്റെ അകത്ത് ഞാൻ ഇറങ്ങിയതാണ്. എന്റെ ഉമ്മാന്റെ മുഖ അവസാനമായി മണ്ണിനോട് ചേർത്ത് വെച്ചത് ഞാനാണ്. അല്ലാഹുവേ, അങ്ങനെ മയ്യത്തിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഓരോ മോടുകല്ല് കൊണ്ടുവന്ന് നമ്മൾ ആ മയ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഓരോ കല്ല് വെക്കുന്തോറും സൂര്യന്റെ പ്രകാശം അങ്ങനെ അണഞ്ഞു പോവുകയാണ്. അവസാനത്തെ കല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലത് ഭാഗത്തും മണ്ണാണ്, ഇടത് ഭാഗത്തും മണ്ണാണ്, മുകളിലും മണ്ണാണ്, താഴത്തും മണ്ണാണ്. ഭാര്യയില്ലല്ലോ, ഭർത്താവില്ലല്ലോ, മക്കളില്ലല്ലോ, തോളത്ത് കൈയിട്ടവനില്ലല്ലോ, കൂടപ്പുറപ്പില്ലാത്ത കൂട്ടുകാരില്ലാത്ത ഖബറാണ്. ആ ഖബറിന്റെ അകത്തേക്ക് മയ്യത്തിന് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, ആദ്യമായി മയ്യത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങളിൽ നിന്ന് മയ്യത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമേതാണ്? അത് ലഗ്തത്തുൽ ഖബറാണ്. ലഗ്തത്തുൽ ഖബറാണ്. ലഗ്തത്തുൽ ഖബറാണ്. ഒരു മയ്യത്ത് ആദ്യമായി അനുഭവിക്കുന്ന രംഗമാണ്. ആ ഖബറിന്റെ 2 മനോഹരമായ ഭിത്തികളുണ്ടല്ലോ സവാബ. ആ ഭിത്തികൾ വന്നുകൊണ്ട് ആ മയ്യത്തിനങ്ങ് പ്രസുജീവന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആര് മരിച്ചാലും ആരെ ഖബറിന്റെ അകത്ത് ഇറക്കിയാലും ആ മയ്യത്ത് ആദ്യമായി അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗം അതാണ്. നമ്മൾ കണ്ട 2 ചുമരുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ ചുമരുകൾ ആ മയ്യത്തിനങ്ങ് കൂട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹ് മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ ലോകത്തോടെ വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചത് അവിടുത്തെ ഭർത്താവാകുന്ന അലിയാര് തങ്ങളല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായിരുന്നു, തങ്ങളെ, ഈ ഫാത്തിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ആരും കാണാതെ ഒരു മയ്യത്തും കട്ടിലിൽ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോവണേ തങ്ങളെ. എന്റെ ശരീരം മറ്റുള്ളവരെ കാണാൻ പാടില്ല തങ്ങളെ. രാത്രിയാണ് തങ്ങളെ, ഈ
ഫാത്തിമാനെ ഖബറിന്റെ അകത്തിറക്കി വെക്കേണ്ടത് രാത്രിയാണ് തങ്ങളെ. കാരണം എന്താണ്? ഈ ഫാത്തിമാന്റെ ശരീരം ഒരിക്കൽ പോലും ഈ മദീനക്കാരെ കാണാൻ പാടില്ല തങ്ങളെ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോ മദീനയിലെ ആളുകളെല്ലാം ഫാത്തിമ ബീവി അവസാനമായി കാണാമെന്നില്ലേ? ആ ഫാത്തിമ ബീവിയുടെ ബറക്കത്തെടുക്കാൻ വേണ്ടി അവസാനമായി വന്ന സമയത്ത് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിങ്ങളെല്ലാം പിരിഞ്ഞു പോവുക, ഫാത്തിമ എന്ന പൊന്നുമോളെ ഖബറടക്കുന്നത് രാത്രിയാണ്. അല്ലാഹുവേ, എല്ലാ ജനങ്ങളും പിരിഞ്ഞുപോയി. അവസാനം മനോഹരമായ മസ്ജിദ് നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയ, ആയിഷ ബീവിയുടെ ചരിത്രം ഉറങ്ങുന്ന ജന്നത്തുൽ ബഖിയ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ജന്നത്തുൽ ബഖിയ. അല്ലാഹുവേ, എത്രയോ മഹാന്മാരെ ഖബറുകൾ ഉറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖിയ, ആ ജന്നത്തുൽ ബഖിയയുടെ മണ്ണിലേക്ക് ഖബർ വെട്ടിയിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ മയ്യത്തിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഖബറേ, ഇത് ആരുടെ ജനാസയാണെന്നറിയോ? ഖബറേ, ഇത് ഫാത്തിമയുടെ ജനാസയാണ്. ഖബറേ, ഇത് ലോകത്തിന്റെ നേതാവില്ല പുന്നാരമോളുടെ ജനാസയാണ്. ഖബറേ, ഇത് സ്വർഗത്തിലെ രാജകുമാരിയുടെ മയ്യത്താണ്, ജനാസയാണ്. ഖബറേ, അതുകൊണ്ട് നിന്റെ സ്വഭാവമുണ്ടല്ലോ ഖബറേ, ആരെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചാൽ നീ എടുക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഖബറേ, അത് ഫാത്തിമാനെ നീ എടുക്കല്ല ഖബറേ. ഇത് പ്രവാചകന്റെ പൊന്നുമോളാണ്, ഇത് പ്രവാചകന്റെ പൊന്നുമോളാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവിയെ ഖബറിന്റെ വെളിയിൽ വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയത്ത് ആ ഖബറിന്റെ അകത്ത് നിന്നൊരു വെളിയാണ് കേൾക്കുന്ന അലിയാര് തങ്ങളെ. ഇല്ല തങ്ങളെ, എന്നിലേക്ക് ആരാണ് ഇറങ്ങി വരുന്നതെന്ന് ഞാൻ നോക്കൂല തങ്ങളെ, ഞാൻ നോക്കൂല തങ്ങളെ. ആര് ഇറങ്ങി വന്നാലും ഞാൻ അവരെ സ്വീകരിക്കുന്നതാണ് തങ്ങളെ. അത് ഏത് വലിയ നേതാവ് വരട്ടെ, ഏത് വലിയ മഹാന്മാര് വരട്ടെ, എന്റെ ഒന്നാമത്തെ സ്വഭാവം ഞാൻ നിർത്തിവെക്കൂല തങ്ങളെ. ഞാൻ ഖബറാണ് തങ്ങളെ, ഞാൻ ഖബറാണ് തങ്ങളെ, ഞാൻ ഖബറാണ് തങ്ങളെ. ആ ഖബറിന്റെ രണ്ട് ചുമരുകൾ വന്നുകൊണ്ട് ഒരു മയ്യത്തിന് ആദ്യമായി പ്രസ് ചെയ്യുമെന്നാണ്. അതുകൊണ്ടല്ലേ സൈനബ ബീവി എന്ന താമരമൊട്ട് വഫാത്തായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സൈനബ ബീവിയെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച സമയത്ത് ആ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞില്ലേ? സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾ കരയുകയാണോ നബിയേ? സൈനബ എന്ന പൊന്നുമോള് അല്ലാഹു കൊണ്ടുപോയതല്ല തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? സൈനബ എന്റെ പൊന്നുമോളാണ്, എന്റെ താമരമൊട്ടാണ്, എന്റെ പൊന്നുമോളാണ് സൈനബ. ആ സൈനബ എന്ന പൊന്നുമോളെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ അല്ലാഹ് ഖബറിന്റെ സ്വഭാവം കാണിച്ച് സ്വഹാബത്ത് ചോദിച്ചെങ്ങനാണ് നബിയെ? സൈനബ അഹ്ലു ബൈത്തിൽപ്പെട്ട പൊന്നുമോളല്ല നബിയെ, ആ സൈനബാനെ ഖബറെടുക്കുമോ നബിയെ? അഹ്ലു ബൈത്തിൽപ്പെട്ട പൊന്നുമോളെ ഖബറെടുക്കുമോ തങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, നിങ്ങൾ എന്താണ് പറയുന്നത് സ്വഹാബ? ഖബറിന്റെ അകത്ത് ഏത് മയ്യത്തിനെ ഇറക്കി വെച്ചാലും ആ ഖബറിന്റെ സ്വഭാവം കാണിക്കുക സ്വഹാബ. ലൗ നജാ അഹദുൻ മിൻ അദാബിൽ ഖബരി ലനജാ സഅദ് ബന സ്വഹാബ, ഈ ലോകത്ത് ആരെങ്കിലും ഒരാള് ആ ഖബറിന്റെ ഒന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ സ്വഹാബ, എന്റെ സഅദ് മോനെ രക്ഷപ്പെടണേ സ്വഹാബ. എന്റെ കൂടെ പറപ്പായ സഅദില്ലേ,
എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സഅദില്ലേ, ആ സഅദിന്റെ ജനാസയെ കൊണ്ടുപോയത് ഞാനാണ് സ്വഹാബാ. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയതല്ലേ സ്വഹാബാ. 7 മഹാന്മാര് വിട പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് സ്വഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ്. മാലാഖമാരെ പറന്നിറങ്ങിയില്ലേ. സഅദ് റളിയല്ലാഹു അൻഹു ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാരെ പറന്നിറങ്ങിയത് മുത്ത് റസൂലുള്ള പറഞ്ഞതല്ലേ. ആ സഅദ് പൊന്നുമോനെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ച സമയത്ത് ഖബറിന്റെ സഅദ് മോനെ ഒന്ന് ഞെരുക്കിപ്പോയ സ്വഹാബാ. അപ്പോഴല്ലേ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്, അപ്പോഴല്ലേ അൽഹംദുലില്ലാഹ് പറഞ്ഞത്, അപ്പോഴല്ലേ പ്രവാചകർ തക്ബീർ പറഞ്ഞത്. അല്ലാഹുവേ, ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതണമെന്ന് പഠിപ്പിച്ച മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തെല്ലാവരും ഇത് അനുഭവിച്ചവരാണെങ്കിൽ ആ ഖബറിന്റെ ഒന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകളെ കൊണ്ട് രക്ഷപ്പെടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ സ്വഹാബത്തുണ്ടല്ലോ നാഥാ. ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ മഹാന്മാരായ സ്വഹാബത്തുണ്ട് അല്ലാഹ്. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്ത് റസൂലുള്ളാഹി നമുക്കൊരു മാർഗം പറഞ്ഞു തരികയാണ്. ഖബറിന്റെ ഒന്നാമത്തെ ഇടുക്കല് അതെല്ലാവർക്കും വരും, ആരും അതിൽ നിന്ന് രക്ഷപ്പെടല്ലേ. എന്നാലും അത് കുറച്ചൊന്ന് ലഘൂകരിച്ച് കിട്ടാൻ ഒരു മാർഗം അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താ? ഖബറിന്റെ ഒന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് അല്പമെങ്കിലും ഒരു വിടവ്, ഒരു ചെറിയൊരു സുഖം കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ വുദൂ ദായിമാക്കുന്നവരാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളോട് എപ്പോഴും അത് പറയാറുണ്ടായിരുന്ന സ്വഹാബാ, നിങ്ങൾ എല്ലാ സമയത്തും വുളൂകാരായിട്ട് ജീവിക്കണേ സ്വഹാബാ. ഖുർആൻ ഓതുമ്പോ മാത്രം നമുക്ക് വുളൂ പോരാ, നമസ്കരിക്കുമ്പോ മാത്രം വുളൂ പോരാ, നമ്മൾ ജോലി എടുക്കുമ്പോ വുളൂ വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ വുളൂയിലായിരിക്കണം. ഏത് ജോലി ചെയ്താലും കിടന്നിറങ്ങുകയാണെങ്കിലും ഏത് സമയത്തും നമുക്ക് വുളൂയോട് കൂടി അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനമല്ലേ. അങ്ങനെ വുളൂ ദായിമായിട്ട് ജീവിച്ചു കഴിഞ്ഞാല് ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഖബറിന്റെ ചെറിയൊരു സഹായം നമുക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ഉറക്കെ ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എപ്പോഴും വുളൂ ദായിമാക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം പോരാ, എല്ലാ സമയത്തും ദായിമുൽ വുളൂ നമുക്ക് നിർബന്ധമായിട്ടും വേണം. കാരണം അത് വല്ലാത്തൊരു പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന്. ലോകത്ത് ആദ്യമായിട്ട് വുളൂ എടുത്തത് ആരറിയോ? മലക്കുകളാണ്. അള്ളാഹുവിന്റെ മാലാഖമാർ. അള്ളാഹു മലക്കുകളോട് ചോദിച്ചില്ലേ, ഞാൻ മനുഷ്യരെ ഈ ഭൂമി ലോകത്ത് പടക്കാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ ഞങ്ങളില്ലേ സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനൊക്കെ ഞങ്ങളില്ലേ അല്ലാ, പിന്നെ എന്തിനാ ഈ ഫസാദും കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യരെ നീ പടക്കുന്നേ? അള്ളാഹ്ക്ക് ആ ചോദ്യം വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് ഒരു നോട്ടം നോക്കി മലക്കുകളെ. ആ നോട്ടത്തിൽ ഒരുപാട് മലക്കുകൾ പേടിച്ചുപോയി, ഒരുപാട് മലക്കുകൾ മരണപ്പെട്ടു പോയി, ഒരുപാട് മലക്കുകൾ പേടിച്ചുപോയി. മിൻഹും മുൻകറും നക്കീറുൻ അലൈഹിമുസ്സലാത്തു വസ്സലാം. അന്ന് പേടിച്ച കൂട്ടത്തിൽ പെട്ടതാണ് ആരെ? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു രൂപം കിട്ടാൻ കാരണം നബി തങ്ങൾ പറയുന്നുണ്ട്, അന്ന് അള്ളാഹുവിന്റെ നോട്ടത്തിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു പോയതാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ ഇനി ഒരു മാർഗം നീ പറഞ്ഞു തരണം, ഒരു മാർഗം നീ പറഞ്ഞതാ. കാരണം എന്താ? നിന്റെ ഈ കോപം, നിന്റെ ഈ നോട്ടം വല്ലാത്ത ഭയാനകമാണ്. ഒരുപാട് മലക്കുകൾ ഇതിൽ നിന്ന് ഇതിന്റെ പ്രഹരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദേശത്ത്
ദേഷ്യത്തിന്റെ നോട്ടം ഇല്ലാതെയാവാൻ ഒരു മാർഗം പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞതാണ്, തവല്ലു, നിങ്ങൾ വുദൂ ചെയ്യുക, നിങ്ങൾ വുദൂ ചെയ്യും മലക്കുകളെ. അങ്ങനെയാണ് മാലാഖമാര് വുദൂ ചെയ്യുകയാണ്. വുദൂകാരായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാലാഖമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മൾ കിടന്നുറങ്ങുമ്പോ വുദൂ വേണം. നമ്മൾ മാത്രം വുദൂ എടുത്താൽ പോരാ, നമ്മുടെ ഭാര്യ വുദൂ എടുക്കണം, ഭർത്താവ് വുദൂ എടുക്കണം, മക്കൾ വുദൂയോടുകൂടി കിടന്നുറങ്ങുന്നവരാവണം. അതുകൊണ്ടല്ലേ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ 9ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചുകൊണ്ട് പ്രവാചകന്റെ മണവാട്ടിയായി ആദ്യ രാത്രി പ്രവാചകന്റെ ആ മണിയറക്കുള്ളിലേക്ക് ആയിഷ ബീവി കടന്നു വരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മണിയറക്കുള്ളിലേക്ക് ആദ്യമായി വന്ന സമയത്ത് ഒരു ഗ്ലാസിൽ പാലുമായിട്ടാണ് വന്നതെന്ന് ചരിത്രം പറയുകയാണ്. ആയിഷ ബീവി കയറി വന്ന ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്താണ്, മോളെ നിനക്ക് വുദൂ ഉണ്ടോ? ആയിഷ, ഉണ്ട് നബിയേ. എന്റെ ഉമ്മയാകുന്ന ഉമ്മുറുമാണെന്ന പ്രിയപ്പെട്ട ഉമ്മ എന്നെ കുഞ്ഞുനാളിൽ തന്നെ ഉറങ്ങുമ്പോ വുദൂ എടുത്തിട്ട് ഉറങ്ങാൻ എന്നെ പഠിപ്പിക്കുമായിരുന്നു നബിയേ. ആയിഷ ബീവി പറയാം, അവ ചെറിയ പ്രായം മുതൽ തന്നെ മക്കളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കൂലേ, ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കൂലേ? കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കണം, നമ്മളെ വുദൂ എടുത്തോന്ന്. അത് ജീവിതത്തിൽ പതിവാക്കണം. അത് അതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഉറക്കാമയും പറയാം, അള്ളാഹു തൗഫീഖ് എന്നാ കഴിച്ചില്ലേ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് മുതൽ നമ്മൾ ഉറങ്ങുമ്പോ, ഇന്ന് ബറാത്തിന്റെ 3 യാസീനൊക്കെ ഓതി നല്ല ഒരു ദിവസം, ഈ വർഷത്തിന്റെ നല്ലൊരു ദിവസം നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ വുദൂഓടെ ഉറങ്ങണം. ആ വീട്ടിൽ മലക്കുകൾ പറന്നിറങ്ങും. ആ വീട്ടിൽ പിന്നെ പ്രശ്നങ്ങളില്ല, ആ വീട്ടിൽ പിന്നെ സങ്കടങ്ങളില്ല. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം തരട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ അപ്പൊ ഭാര്യനെ തൊട്ട വുദൂറില്ലേ? വുദൂ മുറി. നമ്മളോട് മുത്തുനബി എന്താ പറഞ്ഞ്, കിടപ്പറയിലേക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾ വുദൂഓട് കൂടി കടന്നു ചെല്ലണം. അതിന്റെ പ്രതിഫലം നിങ്ങൾ ഉറങ്ങിയാലും അതിന്റെ അവസാനം വരെ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. സുബഹി വരെ മലക്കുകൾ നമുക്ക് പൊറുക്കലിനെ തേടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അപ്പൊ ഉറങ്ങുമ്പോ മാത്രം പോരാ, യാത്ര ചെയ്യുമ്പോഴൊക്കെ, ഇപ്പൊ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം നമ്മളെ. കാരണം ഇപ്പൊക്കെ അപകടങ്ങൾ വർദ്ധിച്ച കാലഘട്ടമല്ലേ. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല കൺട്രോളിൽ വാഹനം ഡ്രൈവ് ചെയ്യണം. നമ്മൾ നിയമം അനുസരിച്ചേ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നിയമം അനുസരിച്ച് കാർ ഓടിക്കുന്നവരൊക്കെ നിർബന്ധമായും ബെൽറ്റ് ധരിച്ചിരിക്കണം. ബൈക്ക് ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ഇതൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പറയും എല്ലാം അള്ളാന്റെ വിധിയല്ലേ. ചില വിധികളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. എത്രയോ അപകടങ്ങൾ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങൾ, ന്യൂസിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ അപകട വാർത്തകൾ, ആക്സിഡന്റുകൾ നമ്മൾ കേൾക്കാത്ത ദിവസങ്ങളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാണിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ബൈക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ബൈക്ക് കൊടുക്കും. അത് എല്ലാവരും കൊടുക്കും. അതങ്ങനെയാണ്, അതങ്ങനെയായി പോയി പോലത്തെ കാലഘട്ടം. പക്ഷേ ഹെൽമറ്റ് ധരിക്കാറുണ്ടോ എന്ന് ശ്രദ്ധിക്കല് മാതാപിതാക്കളുടെ കടമയാണ്. നമ്മൾ പറയും ചിലപ്പോ അപകടത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയൊക്കെ കിട്ടൂലേ. പക്ഷെ ചിലത് നിയമങ്ങൾക്ക് എതിരായിക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയും അതിൽ അപകടത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാല് അതിൽ വല്ലാത്ത പ്രയാസമായിരിക്കും പരലോകത്ത് നിന്ന് ലഭിക്കുക. അള്ളാഹു നമുക്ക് അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിയമം പരിപൂർണമായും 100% നമ്മൾ അനുസരിച്ചിട്ടേ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ വുദൂകാരായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണം. കാരണം എന്താ, മലക്കുകളുടെ ഒരു കാവല് അള്ളാഹു നമ്മുടെ വാഹനങ്ങൾക്ക് തരും. അള്ളാഹു നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ കൂടപ്പിറപ്പിനൊക്കെ അള്ളാഹു അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏത് സമയത്തും വുദൂകാരനാകണം. അങ്ങനെ വുദൂ ജീവിതത്തിൽ നിങ്ങൾ ദായിമാക്കിയോ, നിങ്ങളെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഖബർ ചെറിയൊരു അയവ് നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഷാഫി ഇമാം വഫാത്തായപ്പോ ഷാഫി ഇമാമിന് വേണ്ടി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തതല്ലേ. എന്റെ ഷാഫി എന്ന തങ്കക്കുടത്തിന്റെ പൊന്നുമോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ഷാഫി ഇമാമിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ഷാഫി ഇമാമിന് വേണ്ടി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ
ദുആ ചെയ്തതാണ്. ആ ഷാഫി ഇമാമിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാണ് വരികയാണ്, അല്ലാഹ് ഷാഫി ഇമാമിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തവരെ, ഷാഫി ഇമാമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുമെന്നതാണ്. നഫീസ ബീയുടെ ബർക്കത്ത് കൊണ്ട്, ഷാഫി ഇമാം ജീവിതത്തിൽ വുദൂ പതിവാക്കിയ ബർക്കത്ത് കൊണ്ട് ഷാഫി ഇമാമിന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത റഹ്മത്തുണ്ട് എന്ന് ഖബറിന്റെ അകത്ത് നിന്ന് വെളിയാണമെന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും വുദൂവോടെ നമ്മൾ ജീവിക്കണം. ഖബറിന്റെ ഒന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് നമുക്കത് രക്ഷയാണ്.